സീറ്റ് വിഭജനത്തിൽ UDF നേതൃത്വത്തിന്റെ ഫോർമുല ഘടകകക്ഷികൾ തള്ളി. സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന ഫോർമുല അംഗീകരിക്കില്ലെന്ന് ജനതാദൾ യു പറഞ്ഞു. ഒപ്പം LDF-നുണ്ടായിരുന്നപ്പോൾ മത്സരിച്ച 700 സീറ്റുകളിലും മത്സരിക്കുമെന്നും ജനതാദൾ യു നേതാവ് ഷെയ്ഖ് പി ഹാരിസ് പീപ്പിളിനോട് പറഞ്ഞു. ഇതോടെ UDF-ൽ സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സീറ്റ് തർക്കം മുറുകിയ സാഹചര്യത്തിൽ UDF നേതൃത്വം മുന്നോട്ട് വെച്ച ഫോർമുലയാണ് ഘടകകക്ഷികൾ തള്ളിയത്. വിജയിച്ച് നൽകാവുന്ന ഫോർമുല അംഗീകരിക്കാനാകില്ലെന്ന് JDU ഉഭയകക്ഷി ചർച്ചയിൽ അറിയിക്കും. ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ 700ഓളം വാർഡുകളിൽ മത്സരിച്ച് 270 സീറ്റുകളിൽ വിജയിച്ചു. 270 വാർഡുകൾ പോലും 2010-ൽ നൽകിയില്ല. മുഴുവൻ ജില്ലാ പഞ്ചായത്തുകളിലും പ്രാതിനിധ്യം വേണമെന്നും JDU ആവശ്യപ്പെടും. ഈ രീതിയിൽ മുന്നോട്ടു പോകാനാകില്ലെന്ന് JDU നേതാവ് ഷെയ്ഖ് പി ഹാരിസ് പീപ്പിളിനോട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാറ്റസ് കോ സീറ്റുകളുടെ എണ്ണത്തിൽ തുടരണം എന്നുള്ള കാര്യമാണ് അവിടെ എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ തീരുമാനം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കൂടുതൽ സീറ്റ് വേണം. തെക്കൻ മേഖലയിൽ രണ്ടാമത്തെ കക്ഷിയെന്ന അവകാശവാദം RSP ഉന്നയിക്കും. തൃശൂർ, ഇടുക്കി, കണ്ണൂർ ജില്ലാ പഞ്ചായത്തുകളിൽ പ്രാതിനിധ്യം കേരള കോൺഗ്രസ് ജെ ആവശ്യപ്പെടും. ഇടുക്കിയിൽ കൂടുതൽ സീറ്റെന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ആവശ്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തള്ളി. സീറ്റ് വിഭജനം കീറാമുട്ടിയായ സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച കൊച്ചിയിലും ബുധനാഴ്ച തിരുവനന്തപുരത്തും UDF കക്ഷി നേതാക്കളുടെ യോഗം ചേരുന്നത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ചർച്ചകളിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ വിഷയമാണ് ആദ്യമായി ചർച്ചയ്ക്കെടുക്കുന്നത്. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് VM സുധീരനെതിരെ രംഗത്തെത്തുകയും VM സുധീരൻ വെള്ളാപ്പള്ളി നടേശന് മറുപടി നൽകുകയും ചെയ്യുന്ന സംഭവവികാസവും ഉണ്ടായി. രാഷ്ട്രീയം ശരിക്കും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തിരിയുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം അതിഥികളുണ്ട്. കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് BRM ഷഫീർ, കേരള കോൺഗ്രസ് നേതാവ് PC ജോർജിനെ നമ്മൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. JDU നേതാവ് ഷെയ്ഖ് പി ഹാരിസും ടെലിഫോണിൽ പങ്കുചേരുന്നതാണ്. ലീഗ് നേതാവ് നജീബ് കാന്തപുരം കോഴിക്കോട് ബ്യൂറോയിൽ നിന്ന് നമ്മോടൊപ്പം ചേരും. മുതിർന്ന മാധ്യമപ്രവർത്തകനായ P രാജൻ, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകനായ ബാസുരേന്ദ്ര ബാബു എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ BRM ഷഫീറിലേക്ക്. ശ്രീ ഷഫീർ, ഇന്ന് ഇപ്പോൾ UDF-വുമായി ബന്ധപ്പെട്ട ചില സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഈ സംഭവവികാസങ്ങളുടെ ഭാഗമായി JDU ചില അവകാശവാദങ്ങളുമായി പരസ്യമായി രംഗത്തെത്തുന്ന ഒരു ഇതുണ്ടായി. താങ്കൾ തന്നെ കണ്ടു കാണും. ഷെയ്ഖ് പി ഹാരിസ് വളരെ ശക്തമായ ചില നിലപാടുകൾ മുന്നോട്ട് വെച്ചു. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ മാത്രമല്ല തങ്ങൾക്ക് വേണ്ടത്, LDF-നൊപ്പം തങ്ങളുണ്ടായിരുന്നപ്പോൾ തങ്ങൾക്കുണ്ടായിരുന്ന 700 സീറ്റുകൾ തങ്ങൾക്ക് ഇത്തവണ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വേണമെന്നാണ് JDU ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റ് സ്റ്റാറ്റസ് കോ ഫോർമുല എന്തായാലും തള്ളുന്നു എന്നാണ് JDU ഔദ്യോഗിക നേതൃത്വം പറയുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഐക്യജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രമുഖയായ കക്ഷിയാണ് JDU എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. അവർ രാഷ്ട്രീയമായി അവർക്ക് മാന്യത ഉള്ള തരത്തിലുള്ള ഒരു സമീപനം തന്നെയാണ് എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ 7-ാം തീയതി KPC ഓഫീസിൽ ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇതുപോലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഘടകകക്ഷികളുടെ മേൽ ഒരു വലിയേട്ടൻ മനോഭാവം അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. പിന്നെ ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ ഘടകകക്ഷികളെയും തൃപ്തിപ്പെടുത്തുന്ന നിലപാട് ഒരുപക്ഷേ ഒരു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നാളുകളിലും ചിലപ്പോൾ അത് ആവർത്തിക്കപ്പെടേണ്ടി വരും. ഷെയ്ഖ് പി ഹാരിസിനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഷെയ്ഖ് പി ഹാരിസ് പറയപ്പെടുന്നത് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇരുന്നപ്പോലുള്ള 720 സീറ്റുകൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ കിട്ടണമെന്ന് അവർക്ക് തന്നെ അതിൻ്റെ യുക്തി എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. കാരണം 4 MLA-മാരുമായി ഇതേ ജനതാദളിൻ്റെ ഒരു കക്ഷണം ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില്ല. 4 MLA-മാരുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജനതാദളിൻ്റെ ഒരു പ്രമുഖ വിഭാഗം അപ്പുറത്ത് നിൽക്കുമ്പോൾ അവിടെ മത്സരിച്ച മുഴുവൻ സീറ്റും ഐക്യജനാധിപത്യ മുന്നണിയിൽ കിട്ടണമെന്നുള്ള പ്രായോഗികമല്ലാത്തൊരു സമീപനം ഉഭയകക്ഷി ചർച്ചയിൽ ഇടതുപക്ഷത്തെ ഇരിക്കുന്നത് പോലെ ഇപ്പുറത്തെടുക്കുമെന്നൊരു സമീപനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല. അവർ യുക്തിപരമായിട്ട് തന്നെ സീറ്റ് വിഭജന ചർച്ചകളിൽ സഹകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 7-ാം തീയതി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ഉഭയകക്ഷി ചർച്ച KPCC പ്രസിഡന്റും ഐക്യജനാധിപത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടുന്ന നമ്മുടെ സമിതി ഉഭയകക്ഷി ചർച്ച നടത്തും. ചർച്ചയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾക്കനുസരിച്ച് അവർക്ക് മാന്യമായ പരിഗണന ഐക്യജനാധിപത്യ മുന്നണിയിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശ്രീ P രാജൻ, എല്ലാ ഘട്ടത്തിലും UDF-ൽ പ്രാഥമികമായി ചർച്ചകൾ വരുമ്പോൾ ഘടകകക്ഷികളും കോൺഗ്രസും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തവണ കുറച്ചുകൂടി മുന്നോട്ട് പോയിരിക്കുന്നു JDU എന്ന് പറയേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ തങ്ങൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ തള്ളുമെന്ന അസന്നിഗ്ധമായി JDU-ൻ്റെ ഒരു മുതിർന്ന നേതാവ് ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് താങ്കൾ UDF-ലെ
ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കാണുന്നത്? അത് എല്ലാ തവണയും ഉണ്ടാകുന്നതിൽ കവിഞ്ഞൊരു പ്രാധാന്യം ഇത്തവണ ഉണ്ടാകില്ല. ആകെ ഉണ്ടാകും എന്ന് പറയുന്നത് ഈ SNDP BJP ബന്ധം എങ്ങനെ ഉരുത്തിരിഞ്ഞ് വരും എന്ന കാര്യത്തിൽ പ്രാദേശിക തലത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നു. എന്നാൽ പോലും അത് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കാര്യമായി സ്വാധീനിക്കില്ല. എന്നാൽ അതേ സമയത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും, അത് തർക്കമില്ല. പക്ഷേ ഈ ഐക്യജനാധിപത്യ മുന്നണി ഈ തർക്കം ഒക്കെ എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞ പോലെ 4 MLA അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതേ സീറ്റ് കൊടുക്കണമെന്നുള്ളത് യുക്തിപൂർവ്വമല്ലെന്ന് ആ പറയുന്ന ആളുകൾക്ക് തന്നെ തീർച്ചയായിട്ടും അറിയാം. പിന്നെ ഏത് പാർട്ടിക്കാരും അവർക്ക് അർഹതയെ കവിഞ്ഞ് തെക്കൻ ജില്ലയിൽ മുഴുവൻ RSPക്ക് ആണ് 2ാം സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അതെത്രയാണ് സത്യം? അങ്ങനെയൊന്നും ഒരു സീറ്റ് കൊടുക്കാനും പോകുന്നില്ല. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറേ അധികം റബലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വ്യക്തികളെ നോക്കി മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രാദേശിക തലത്തിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രധാന കാരണം രാഷ്ട്രീയ കക്ഷികളിൽ വിശ്വാസം താരതമ്യേന ജനങ്ങൾക്ക് കുറയുകയും ജനസേവനം നടത്തുന്ന ആളുകൾക്ക് രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്യാൻ സന്നദ്ധരാകുന്നവരുടെ സംഖ്യ വർദ്ധിക്കുകയും ചെറുപ്പക്കാർ ആ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങൾ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാനുണ്ട്. അതല്ലാതെ ഐക്യജനാധിപത്യ മുന്നണിയിൽ സീറ്റ് തർക്കം അന്ത്യഘട്ടത്തിലെത്തുമ്പോൾ ഒരു വലിയ പൊട്ടിത്തെറിയുടെ വക്കത്തെത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശ്രീ PC ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ PC ജോർജ്, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ JDU ഉന്നയിച്ചിരിക്കുന്ന അവകാശവാദം തീർച്ചയായും LDFിൽ നിന്നപ്പോഴുള്ള അംഗീകാരം തങ്ങൾക്ക് ലഭിക്കണം, UDFിൽ വന്നതിന് ശേഷം അത്തരത്തിലൊരു അംഗീകാരം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഷെയ്ഖ് പി ഹാരിസിനെ പോലുള്ള മുതിർന്ന JDU നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ താങ്കൾ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ താങ്കൾ പങ്കെടുത്തിരുന്നു. അപ്പോഴും ഷെയ്ഖ് പി ഹാരിസ് വളരെ കൃത്യമായി തന്നെ ഇക്കാര്യം ജനതാദളുടെ നിലപാട് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. താങ്കൾ എങ്ങനെയാണ് കാണുന്നത് UDFിൻ്റെ പ്രാഥമിക സീറ്റ് വിഭജന ചർച്ചയെ? ഞാൻ രാവിലെ പറഞ്ഞ അഭിപ്രായത്തിന് കുറച്ചേക്കുക. കാരണം JDU പോലൊരു പാർട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വീരേന്ദ്രകുമാറും മകൻ ശ്രേയസ് കുമാറും AP മോഹനും മന്ത്രി, അവരുടെ 3 പേരെ തീരുമാനത്തെ പ്രശ്നമുണ്ട്. അവരുടെ ജനങ്ങളെ പറ്റി ചിന്തിച്ചിട്ട് എന്ത് കാര്യം? ജനങ്ങൾ എന്ത് പറഞ്ഞാൽ അവരുടെ 3ന്റെ അഭിപ്രായത്തിനെ വില വരുള്ളൂ. ഇപ്പൊ തക്കാലം മോഹൻ ആര് തല്ലിക്കൊന്നാലും UDFിന് പോകാൻ ഉദ്ദേശിക്കുന്നത് മന്ത്രിസ്ഥാനം വളരെ സുഖകരമായ ഭാഗമായി അദ്ദേഹം കൈകാര്യം ചെയ്യുക. കാരണം ഒരു ശത്രുതയില്ല. ശ്രേയസ് കുമാറിനും മാതൃഭൂമി ചാനലും ഒക്കെ അല്ലാതെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടിയോട് അത്ര വലിയ പ്രാമുഖ്യമുള്ളതായിട്ട് എനിക്കിതുവരെ അനുഭവപ്പെടുന്നു. ഞാൻ വളരെ സുഹൃത്താണ്. അത് ഒരിക്കലും MLA ആയതുപോലെ അവാർഡായി പോയി എന്ന് കരുതുന്ന ശ്രേയസ് കുമാർ എന്നോട് പല പ്രാവശ്യം പറഞ്ഞു, ഇത് എനിക്ക് പറ്റിയ പണിയല്ല. അദ്ദേഹം മാധ്യമരംഗത്തേക്ക് പോവാണ്. അദ്ദേഹം ഒരു പ്രത്യേക ലോകത്ത് ജീവിക്കുന്ന ഒരു സമ്പന്ന മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. അപ്പൊ ആ സമ്പന്നന്മാരല്ലാത്തവരൊന്നും ശരിയല്ല എന്ന് വിചാരിക്കുന്ന ശ്രേയസ് കുമാറും എന്നാൽ വിപ്ലവം എഴുതുന്ന നമ്മുടെ പ്രിയങ്കരനായ വീരേന്ദ്രകുമാർ, ഇതാണ് ആ പാർട്ടി. പക്ഷെ ആരെന്ത് പറഞ്ഞാലും യാതൊരു തർക്കവും വേണ്ട, മോഹൻ യാതൊരു കാരണവശാലും മന്ത്രിസ്ഥാനത്ത് മാറാൻ തയ്യാറില്ലാത്തടത്തോളം കാലം ഇതിന്റെ പേരിലൊന്നും ഒരു വഴക്കമുണ്ടാവില്ല. അവിടെ തന്നെ പിടിച്ചിരിക്കും. ഇപ്പൊ തക്കാളിന്റെ വർത്തമാനം ഷെയ്ഖ് പി ഹാരിസിനെ പോലുള്ളവരൊക്കെ വികാരപരമായിട്ട് വർത്തമാനം പറയും. അതൊക്കെ അവസാനം അങ്ങ് തീർന്നു പോകും. ഒന്നും ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് 100% എനിക്ക് ബോധ്യമാണ്. UDFിനകത്ത് ചിലപ്പോൾ ഇതിന്റെ ഒരു വഴക്കുണ്ടാകുമ്പോൾ ഒരു സീറ്റ് വരണം, പഞ്ചായത്ത് സീറ്റോ ഒരു പഞ്ചായത്ത് സീറ്റോ UDF ഒരു ബ്ലോക്ക് സീറ്റോ അല്ല ആണ് കാര്യമാണോ, അത് വേണേൽ കൊടുത്തേക്കാം. അതിനപ്പുറത്ത് എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശ്രീ PC ജോർജ്, ഇടതുമുന്നണിയിൽ നിന്ന് JDU വിട്ടുപോകുന്നത് ഇതേപോലെയുള്ള സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ടു തന്നെയാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ UDFിൽ ജനതാദൾ ഏത് വിധേനയും നിൽക്കുമെന്ന ഒരു പൊസിഷൻ എടുക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയത്തിൽ എന്തും സംഭവിച്ചുകൂടാ എന്നുള്ളൊരു സംഭവം കൂടിയില്ലേ? ഞാൻ പറയാം, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് JDU പുറത്തു പോയത് അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഒരു സീറ്റ് മാത്രമല്ല. ഞാൻ അന്ന് LDFിൽ കക്ഷിയായിട്ട് LDF പൊക്കോണ്ടിരുന്ന കാലത്ത് മുന്നേ വീരേന്ദ്രകുമാരുമായിട്ട് ഓപ്പണായ ചില തർക്കങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അതൊക്കെ ഇനി പുറത്ത് പറഞ്ഞ മര്യാദയാണ്, ഞാൻ പറയാനുമില്ല. അപ്പൊ ഒരു ദിവസം കൊണ്ടുണ്ടായ സംഭവം അല്ല അത്. വർഷങ്ങൾ നീണ്ടു നിന്ന അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സഡൻ ഡിസിഷനിലേക്ക് പോയതാണ്. അത് അല്ലാതെ ചാടി ഒറ്റ ദിവസം ഒരു വൈരാഗ്യത്തിൽ ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് മാത്രം വെച്ചുകൊണ്ട് JDU LDF വിട്ടു എന്ന് പറയുന്ന അവാസ്തവമാണ്. വർഷങ്ങൾ നീണ്ടു നിന്ന പരസ്പരമുള്ള അകൽച്ചയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസമാണത്. എന്ന് പറഞ്ഞാൽ UDFിൽ ഇപ്പോ വന്നിട്ട് ഇത്ര നാളല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായി അവർക്ക് കിട്ടേണ്ട സീറ്റുകൾ പാലക്കാട് വന്നിരിക്കുന്നു. പാലക്കാടൊക്കെ അവർ നിർത്തി തോൽപ്പിച്ച് അപമാനിച്ചു. എത്ര അപമാനിച്ചെന്ന് വെച്ചാൽ മോഹനൻ മന്ത്രി രാജിവെക്കാൻ തയ്യാറാവണ്ടേ? മന്ത്രിസ്ഥാനം വളരെ ആക്സെപ്റ്റബിൾ ആയിട്ട് പുള്ളി അദ്ദേഹം ഇരിക്കുകയാണ്.
അദ്ദേഹം വളരെ സംതൃപ്തരാണെന്ന് മാത്രമല്ല സന്തോഷവാനും കൂടാണ്. എനിക്കറിയാമല്ലോ. അങ്ങനെ സന്തോഷവാനായ മോഹനെ ഇപ്പൊ മന്ത്രിസ്ഥാനമൊന്നുമില്ല പുറത്തോട്ട് ഇറക്കി വിടാമെന്ന് വിചാരിച്ചാൽ ശ്രേയസ് കുമാർ ഒരു സ്പ്ലിറ്റെ കൂടി വീരേന്ദ്രകുമാർ നേരിടേണ്ടി വരും എന്നാണ് അർത്ഥം. അപ്പൊ ഒരു കാരണവശാലും ഇപ്പൊ UDF വിട്ട് അവർ വരുമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. വരുമെന്ന് കരുതുന്നത് തന്നെ അബദ്ധമാണ് എന്നാണ് എന്റെ കുറച്ച് അഭിപ്രായം. ശ്രീ പി സി ജോർജ്, താങ്കൾ അല്പനേരം കൂടി തുടരുമെന്ന് ആഗ്രഹിക്കുന്നു. ബാസുരേന്ദ്ര ബാബുവിലേക്ക് പോകുന്നു. ശ്രീ ബാസുരേന്ദ്ര ബാബു, ആദ്യഘട്ട ചർച്ചകളാണ്, അതിൽ അവകാശവാദങ്ങൾ ഘടകകക്ഷികൾ ഉന്നയിക്കുമെന്നതൊക്കെ തന്നെ ശരിയാണ്. എല്ലാ കാലത്തും UDF-ൽ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാകാറുമുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നേരത്തെ ശ്രീ പി രാജൻ പറഞ്ഞതുപോലെ തന്നെ റിബലുകളുടെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ പല കാരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കോൺഗ്രസും ഘടകകക്ഷികളും തമ്മിലുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന ചില ഇടർച്ചകളില്ലേ, അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമുക്ക് ഈ സമയത്ത് കാണണ്ടേ? ശ്രീ പി രാജനും പി സി ജോർജും പറയുന്നത് പൊതുവിൽ ശരിയായ ചില നിഗമനങ്ങളും നിലപാടുകളും തന്നെയാണ്. അതിനോട് നമുക്ക് പൊരുത്തപ്പെടാവുന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ വളരെ വളരെ പ്രാഥമികമായ ഘട്ടത്തിലെ അങ്ങേയറ്റം അസ്പഷ്ടമായ ചില ചർച്ചകൾ മാത്രമാണ് രാജീവൻ. അത് ശരിയാണ്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്നും മൗലികമായും വ്യത്യസ്തമാകുന്ന ഒരു ഘടകം ഈ തെരഞ്ഞെടുപ്പിൽ SNDPയും അതുമാതിരി തന്നെ BJPയും തമ്മിലുള്ള അവിശുദ്ധമായ ഒരു ഐക്യത്തിൻ്റെ പശ്ചാത്തലമാണ്. അത്തരം ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ വലിയ വലിയ മാറ്റങ്ങളുടെ സാധ്യതകളൊക്കെ വാസ്തവത്തിൽ രാഷ്ട്രീയ ചക്രവാളത്തിൽ ഉരുണ്ടുകൂടുന്ന അത് പ്രഖ്യാപനം ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കുന്നത് കൊണ്ട് വരും ദിവസങ്ങളിൽ വ്യത്യസ്ത പാർട്ടികൾ, ഇപ്പം ഉദാഹരണത്തിന് പി സി ജോർജ് പറയുകയുണ്ടായി, വീരേന്ദ്രകുമാറിൻ്റെയും ശ്രേയാംസ് കുമാറിൻ്റെയും മാത്രം പാർട്ടിയാണ്, അതുകൊണ്ട് വലിയ ഗൗരവതരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും അതിനൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു മോഹനൻ മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം, ആഗ്രഹിക്കുന്നിടത്തോളം കാലം മാറ്റം വരാനും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മോഹനും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നാണ് അദ്ദേഹം ഭംഗ്യന്തരണ പറയാതെ പറഞ്ഞത്. അങ്ങനെ വരുമ്പം വീരേന്ദ്രകുമാർ ഉയർത്തിപ്പിടിച്ചിരുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ടല്ലോ, ആ ആശയങ്ങൾക്ക് പോലും പരിക്കേൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നു. അത് ശ്രീ പി രാജനും മനസ്സിലാവുന്നൊരു കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വരുന്ന ദിവസങ്ങൾ തന്നെ ഒരുപക്ഷെ 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ രാഷ്ട്രീയമായ പൊളറൈസേഷൻ, ധ്രുവീകരണങ്ങൾക്കുള്ള സാധ്യത ഒരുപക്ഷെ കോൺഗ്രസ് മുൻകാലഘട്ടത്തിൽ വ്യത്യസ്തമായി ഇപ്പോൾ VM സുധീരൻ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പാഴ്വാക്കുകൾ കേൾക്കേണ്ട അവസ്ഥയിലേക്കോ ഗതികേടിലേക്കോ ഇന്നെത്തിയിട്ടുണ്ട്. അത് മുൻ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ആ അർത്ഥത്തിൽ ദിനം പ്രതി എന്ന നിലയ്ക്ക് രാഷ്ട്രീയ ധ്രുവീകരണം സംഭവിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ ചങ്ങാത്തങ്ങൾ രൂപം കൊള്ളുന്ന പുതിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് പഴയ തെരഞ്ഞെടുപ്പിൻ്റെ പഴയ രീതി അതുപോലെ പിന്തുടരപ്പെടും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. വൈകി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്ക് JDUവും അതുമാതിരി തന്നെ RSPയും പുതിയ അവകാശവാദങ്ങൾ വയ്ക്കും. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ അത് പരിഹരിക്കാൻ ഉമ്മൻചാണ്ടിക്കുള്ള സാമർഥ്യവും നമുക്കറിയാം. അതുകൊണ്ട് താൽക്കാലികമായി അവരുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എങ്കിൽ പോലും വലിയ നിലവാരത്തിലുള്ള പൊതുവായ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ചില അനുരണനങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അതും കൂടി പരിഗണിക്കണം ഈ ചർച്ചയ്ക്കുള്ളിൽ എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് ശ്രീ പി രാജനടക്കമുള്ള ആളുകളോട് ഉള്ളത്. ശ്രീ ഷെയ്ഖ് പി ഹാരിസ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, താങ്കൾ ഇന്ന് രാവിലെ ഉന്നയിച്ച ചില കാര്യങ്ങൾ, അതിൽ ഉറച്ചു നിൽക്കാൻ താങ്കളുടെ പാർട്ടിക്ക് കഴിയില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും വിശകലനങ്ങളുമാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തവരിൽ നിന്നുണ്ടാകുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇല്ല, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ UDF-ൽ തിങ്കളാഴ്ചയ്ക്ക് ശേഷം ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ ചില ആവശ്യങ്ങൾ കഴിഞ്ഞ UDF-ൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. 2010 ഞങ്ങൾ UDF-ലെ ഘടകകക്ഷിയായി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം പ്രതീക്ഷിച്ചതുപോലെ പാർട്ടിക്ക് തീരുമാനിച്ചതുപോലെ കിട്ടിയില്ല എന്നുള്ള പരാതി ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. 2005 തെരഞ്ഞെടുപ്പിൽ LDF-ൽ നിന്ന് മത്സരിച്ചപ്പോൾ ജയിച്ച സീറ്റുകൾ UDF-ൽ തരുമെന്നായിരുന്നു കോൺഗ്രസ് ഞങ്ങൾക്ക് സീറ്റ് തരുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ഫോർമുല. ആ ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ പോലും ആ തീരുമാനം പാലിക്കാൻ അന്ന് കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന് ഞങ്ങൾ കഴിഞ്ഞ UDF യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 4 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ 2005 ഞങ്ങൾക്ക് LDF-ൽ നിന്നും മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്നു. UDF-ൽ ഞങ്ങൾ ഘടകകക്ഷിയായ സന്ദർഭത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ ആ 4 മെമ്പർ സ്ഥാനവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനവും രാജിവെച്ചിട്ടാണ് ഞങ്ങൾ UDF-ൽ വരുന്നത്. എന്നാൽ UDF-ൽ വന്നപ്പോൾ LDF-ൽ നിന്ന് ജയിച്ച സീറ്റുകൾ തരുമെന്നുള്ള ഫോർമുല ലംഘിച്ചുകൊണ്ട് ആ 4 സീറ്റുകൾ നിഷേധിക്കുകയായിരുന്നു.
അതുപോലെ ആലപ്പുഴ ഉൾപ്പെടെ വിവിധ ജില്ലകളിലെ ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നത് പോലും തരാൻ കോൺഗ്രസ് തയ്യാറായില്ല. അപ്പോൾ 2010 ത്രിതല പഞ്ചായത്തിൽ പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഈ പ്രാവശ്യം ആവർത്തിക്കരുത്, പാർട്ടിക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. താങ്കൾക്ക് അടക്കമുള്ള നേതാക്കൾക്ക് ആവലാതികൾ ഉണ്ടെങ്കിലും ഈ താങ്കളുടെ നേതൃത്വത്തിന് ഇത് എങ്ങനെ വന്നാലും UDF വിട്ടുപോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ UDFനോട് ഇടയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് PC ജോർജിന് അടക്കമുള്ളവർ പറയുന്നു. കാരണം KP മോഹൻ്റെ മന്ത്രിസ്ഥാനത്ത് നിൽക്കാനുള്ള ഒരു ആഗ്രഹം തന്നെയാണ് അതിന് പ്രധാനമായും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് കയ്യിൽ താങ്കളൊരു ആവശ്യം വയ്ക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി ആവശ്യം വയ്ക്കുന്നു, ഒരു ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സീറ്റ് തന്നെ ആയില്ലേ കേരളം കാണുക? ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. പാർട്ടി ചർച്ച ചെയ്തെടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ UDFൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളതിന്റെ പേരിൽ ഒരു മുന്നണി വിടുന്നു എന്ന് കണക്കാക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അർഹമായ പ്രാതിനിധ്യം ഞങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ഉന്നയിച്ചത്. ഇപ്പോൾ തന്നെ 6-ാം തീയതിക്ക് ശേഷം UDFന്റെ സീറ്റ് വിഭജന ചർച്ച ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനസ്സിലാക്കാൻ സാധിച്ചത് പ്രാദേശികപരമായി കോൺഗ്രസും ചില കക്ഷികളും ചേർന്നുകൊണ്ട് സീറ്റ് വിഭജനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു, പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നു. അതെല്ലാം ഈ മുന്നണിയുടെ ഐക്യത്തെ ബാധിക്കും എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിൻ്റെയുള്ള പ്രതിഷേധമാണ് ഞാൻ പറഞ്ഞത്. വളരെയധികം നന്ദി ശ്രീ ഷെയ്ഖ് പി ഹാരിസ് ഈ ഘട്ടത്തിൽ ചേർന്നതിന്. ശ്രീ PC ജോർജിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ശ്രീ PC ജോർജ്, ഇപ്പോൾ ഷെയ്ഖ് പി ഹാരിസ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ അഭിപ്രായം തന്നെയാണ് എന്ന് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഇനിയുള്ള ചർച്ചകളിൽ JDU കോംപ്രമൈസ് ചെയ്യുന്നൊരു കാഴ്ചയാവോ കേരളം കാണേണ്ടി വരുക? അല്ല, മിസ്റ്റർ ഷെയ്ഖ് പി ഹാരിസ് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു വേദന പറഞ്ഞു. അതായത് ആ വേദന എന്ന് പറഞ്ഞ് JDUവിന്റെ വേദനയാണ്, അവരുടെ പ്രവർത്തന വേദന. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം. അവർക്ക് 4 സീറ്റ് ബ്ലോക്ക് സീറ്റ് ഇടതുപക്ഷത്ത് മുന്നണി നിൽക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല ഉണ്ടായിരുന്നു. ഇപ്പോ അതെല്ലാം കളയേണ്ടി വന്നു. ഇപ്പൊ ഇനി തിരിച്ചു കൊടുക്കാൻ പോവോ? കോൺഗ്രസ് AII 3 ഗ്രൂപ്പ് തമ്മിൽ കൂട്ടയടി നടക്കുക. ആ കൂട്ടയടിക്കകത്ത് മാണിയുടെ കൂട്ടയടി നടക്കുന്നു. ഏതുപോലെ അടി നടക്കും. പിന്നെ എവിടുന്ന് സീറ്റ് കിട്ടാണ് JDUവിന്? ഒരു കാരണവശാലും JDUവിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അവർക്ക് നല്ലത് എത്രയും വേഗം UDFുമായിട്ട് ബന്ധം വിച്ഛേദിച്ച് അവരുടെ പ്രവർത്തന വികാരം മാനിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരിക്കും അവർക്ക് ഭാവിയിൽ ഗുണകരം എന്നാണ് എന്റെ ഒരു അസസ്മെന്റ്. ഞാൻ അഭിപ്രായം പറയുന്നു എന്നുള്ളൂ. അവരുടെ പാർട്ടിയുടെ കാര്യം അവരാണ് തീരുമാനിക്കുന്നത്. ഷെയ്ഖ് പി ഹാരിസ് പറഞ്ഞ് വേദനയോട് പറഞ്ഞാൽ സത്യമാണെന്ന് എനിക്ക് ബോധ്യമുള്ളതും ഇത്രയും പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണമെന്ന് എനിക്കൊന്നുമില്ല. അദ്ദേഹമായി സംസാരിക്കാൻ ഞാൻ ഇപ്പോ ഡയറക്റ്റായിട്ട് ഫോൺ കാണിച്ചത് ഞാൻ സംസാരിക്കും. എന്റെ അഭിപ്രായം ഇതാണ്. കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ്, മോഹൻ മന്ത്രിസ്ഥാനത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം. ആ വാക്യം ഉപയോഗിക്കുക, കംഫർട്ടബിൾ. മനസ്സിലായില്ലേ? അങ്ങനെ ജായിയൊക്കെ തയ്യാറില്ല. പിന്നെ എന്ത് ചെയ്യും? അതുപോലെ ശ്രേയസ് കുമാറാണ് MLA. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് MLA പണി പോലും വേണ്ട. സ്ഥിരമായി ലോകം മുഴുവൻ കറങ്ങി നടക്കണമെന്നും രാജ്യം കാണണമെന്നും ടൂറിസം വികസിപ്പിക്കണമെന്നും മാതൃഭൂമി ചാനലും മാതൃഭൂമി പത്രവും ഒക്കെ എല്ലാമായിട്ട് ഇങ്ങനെ മാധ്യമ രംഗത്ത് ഒരു ഷൈനിങ് ഫിഗർ ആകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അല്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെ പറ്റി ചിന്തയില്ല. പിന്നെ എന്താ ചെയ്യാനാ? അതുകൊണ്ട് പ്രവർത്തകരുടെ വികാരം മാനിക്കപ്പെടുന്ന സാഹചര്യം നേതൃത്വത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ PC ജോർജ്, താങ്കൾ പോകരുത്. കാരണം RSPയെ കുറിച്ചും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് മാണിയെക്കുറിച്ചും ഇത് അത്തരത്തിലുള്ള ചർച്ചകളും വിവാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ശ്രീ പി രാജനിലേക്ക്. ശ്രീ പി രാജൻ, താങ്കൾക്കറിയാം RSP LDFിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു പശ്ചാത്തലവും ഒപ്പം തന്നെ അതിനുശേഷമുണ്ടായ RSP നേതാക്കൾ പല ഘട്ടങ്ങളിലായി ചില കാര്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. സീറ്റുമായി ബന്ധപ്പെട്ടതും UDFിൽ പരിഗണന വേണ്ടത്ര കിട്ടുന്നില്ല എന്ന് പറയുന്നതുമായ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ വലിയ പ്രതിസന്ധിയാണ് RSPയും കോൺഗ്രസും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത്. ഘടകകക്ഷികൾക്ക് പ്രാതിനിധ്യം നൽകണം, അത് RSPക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം. താങ്കൾ നേരത്തെ ഉപയോഗിച്ച പോലെ തെക്കൻ ജില്ലകളിൽ 2ാം സ്ഥാനത്താണ് RSP എന്നൊരു അവകാശവാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊക്കെ അവകാശവാദം മാത്രമാണ്. അതൊന്നും UDF വിട്ടുപോകാനുള്ള കാര്യം ആ ഘട്ടത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ന്യായമില്ല.
ഒന്നാമത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തപ്പോൾ അങ്ങോട്ട് മാറി ഒരു കക്ഷി, അത് ഇങ്ങോട്ട് മാറി എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം കഴിയുമ്പോഴേക്കും ജനങ്ങൾക്ക് പരമപുച്ഛമായിക്കോളും. അതൊന്നും വലിയ കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ സീറ്റ് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്കുകൾ ഞാനിപ്പോൾ അപ്പുറത്ത് ചേരുമെന്ന് പറയുന്ന ചെറിയ കക്ഷികൾ നടത്താറുണ്ട്. ഇത് തന്നെയാണ് ജനതാദളിന് വ്യക്തിപരമായ വേറെ ചില കാര്യങ്ങൾ കൊണ്ട് അത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എന്തുകൊണ്ടാണ് മാറാത്തതെന്ന്. ഒരിക്കലും ഉമ്മൻചാണ്ടി വിട്ടുപോകാൻ ശ്രേയംസ് കുമാറോ വീരേന്ദ്രകുമാറോ തയ്യാറാകാത്ത വിധം ചില കേസുകളും മറ്റ് കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അതില്ലാതെയാകുന്നില്ല, അതുകൊണ്ട് വിട്ടുപോകാൻ പോകുന്നില്ല. അത് ബാർഗെയിൻ ചെയ്യാനുള്ള ശക്തി അവർക്കില്ല. അതേപോലെ തന്നെ RSPക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പലതവണ മാറിയിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടയേരി കാണാനായിട്ട് ചെല്ലുക, അപ്പോൾ ഇപ്പോഴത്തും അപ്പുറത്തേക്ക് പോകും എന്നുള്ള ഭീഷണി മുഴക്കുക, ഞങ്ങൾക്ക് അല്ലെങ്കിൽ അപ്പുറത്ത് സ്ഥാനമുണ്ടെന്ന് വരിക. ഇവർക്കൊന്നും അതിനുള്ള അപ്പുറത്ത് പോകാനുള്ള കഴിവോ ഇല്ല, അത് പോകുകയോ ഇല്ല. പോയാൽ തന്നെ വലിയ ചലനമുണ്ടാക്കാനും പോകുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രാഷ്ട്രീയമായ മാറ്റം വരാവുന്ന ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട കാര്യം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ബൈ ഇലക്ഷനിൽ BJP എടുത്ത നിലപാട്, ആ നിലപാട് എങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ ഇടയുണ്ടോ തുടങ്ങിയതല്ലാതെ മുന്നണി മാറ്റമൊന്നും സീറ്റ് വിഭജനവും വലിയ കാര്യമായ സ്വാധീനം ചെലുത്താൻ പോകുന്നില്ല. UDFൽ JDU സംബന്ധിച്ച ചില പ്രതിസന്ധികളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇനി നമ്മൾ ഇടുക്കിയിലേക്ക് പോകേണ്ട ഒരു പശ്ചാത്തലം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കേരള കോൺഗ്രസ് ഇടുക്കിയിൽ 70% സീറ്റുകളും തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് ജോസഫ് വിഭാഗം എന്നതിൻ്റെ പങ്ക് കൂടി തങ്ങൾക്ക് നൽകണം എന്ന തരത്തിലുള്ള ഒരു ഫോർമുലയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം കോൺഗ്രസ് എത്രത്തോളം അതിനോട് അനുകൂലിക്കുമെന്നുള്ള കാര്യം ചർച്ച ചെയ്യാം. ആദ്യം PC ജോർജിൽ തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് എവിടെ പോകാനുണ്ട്. ശ്രീ PC ജോർജ്, എങ്ങനെയായിരിക്കും ഇടുക്കിയിലെ കാര്യങ്ങൾ? എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു. മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഇടുക്കി തീർന്നു പോയി. നേതാക്കന്മാർ ഈ കൈക്കൂലി മേടിക്കുന്നതിന് വീതം പറ്റുന്ന അല്ലാതെ ഇന്ന് കേരള കോൺഗ്രസ് എന്നും പറഞ്ഞ ആരും ഇടുക്കിയിലെങ്ങും ഇല്ല. ഇടുക്കിയിലുള്ള ജനങ്ങൾ മുഴുവൻ കേരള കോൺഗ്രസിനും UDFനും എതിരായി മാറി. ഇപ്പൊ അല്പം കോൺഗ്രസ് അനുഭാവം ഉള്ളവരുണ്ട്. ആ കോൺഗ്രസ് പ്രവർത്തകരല്ലാതെ ഒരെണ്ണം മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇല്ല. മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് റോഡിൽ ഇറങ്ങി അടികിട്ടുന്ന വരെയാണ്. കാരണം ഇവിടെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നപ്പോൾ മാണി എവിടെ ആയിരുന്നു? ഇവിടെ പാവപ്പെട്ട കൃഷിക്കാരന്റെ പ്രശ്നം വന്നു. റബ്ബറിന് വിലയില്ല, ഏലത്തിന് വിലയില്ല, ഈ ബുദ്ധിമുട്ടുണ്ടായി. കുരുമുളകിന് വില ഇപ്പൊ ഇച്ചിരൊക്കെ ഉണ്ടായി. ഈ സമയത്തൊക്കെ മാണി എവിടായിരുന്നു? മാണിയും സെറ്റും കൂടെ ഭരിച്ച് കാശുണ്ടാക്കുക എന്നുള്ള പണി കൊണ്ട് നടക്കായിരുന്നു KM മാണി. പിന്നെ ജോസഫ് വന്നു. ജോസഫ് പുറത്തു വിട്ടിട്ടുണ്ടോ? ജോസഫ് ഒരാൾ ജീവിച്ചിരിക്കുന്നതായിട്ട് കേരളത്തിൽ ജനങ്ങൾക്കറിയില്ലല്ലോ. ജോസഫിന്റെ വകുപ്പും ജലനിധി പദ്ധതി ഉള്ളതുകൊണ്ടാണ് ജോസഫ് ജീവിച്ചിരിപ്പണമെന്ന് ജനം അറിയുന്നത്. അതിനകത്ത് പല ആരോപണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ജോസഫിനെതിരെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇടുക്കി ജില്ലയിൽ ഇടതുപക്ഷം നേരെ എതിരായി കോൺഗ്രസ്, അതല്ലാതെ പിന്നെ BJPയുടെ കുറച്ച് പ്രവർത്തനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതും അല്ലാതെ ഒരു മത്സരത്തിന് മാണിക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉള്ളതായി ഞാൻ കരുതുന്നില്ല. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് KM മാണിയുടെ പാർട്ടിക്ക് ബാർഗൈനിങ് കപ്പാസിറ്റി വല്ലാതെ കുറഞ്ഞു എന്ന് തന്നെയാണ്. കുറഞ്ഞു എന്ന് മാത്രം ഇല്ലെന്നായി. ആകെപ്പാടെ തൊടുപുഴ നിയോജകമണ്ഡലത്തിന് വല്ലതും പറയാം. കാരണം ജോസഫ് എന്ന വ്യക്തിയോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ജനങ്ങളല്ലാതെ ഇടുക്കി ജില്ലയിൽ ഏതെങ്കിലും ഒരു നിയോജകമണ്ഡലത്തിൽ മാണിക്ക് 100 പേരുടെ പ്രകടനം നടത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ആത്മാർത്ഥയുടെ തീരുമാനം ആരിയിരിക്കുന്നു മാണി എന്നും പറഞ്ഞ് ഉള്ള മാണിക്കാരെല്ലാം നിർത്തി. പിന്നെ നേതാക്കന്മാർ ഓരോ മണ്ഡലത്തിൽ 1-2 എണ്ണം കാണും. അതെല്ലാം റോഡിന്റെ വീതം മേടിക്കാൻ നിൽക്കുന്നതും കാശ് മേടിക്കാൻ നിൽക്കുന്നതും ഫൈനാൻസ് സ്റ്റേക്ക് വേണ്ടി നിൽക്കുന്നവരും ലോട്ടറി കച്ചവടത്തിന്റെ വീതം മേടിക്കുന്നവരും അല്ലാതെ വേറെ ആരും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഉടുമ്പൻചോല എത്രണ്ണം ഉണ്ട്? ഉടുമ്പൻചോല അതെ ആകപ്പാട് ഇടുക്കി റോഷി ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. റോഷിയുടെ പേര് ഉണ്ടെന്ന്. പക്ഷെ റോഷി അടുത്ത ഇലക്ഷൻ 20,000 വോട്ടിൽ നോക്കും അറിയാമോ? ഇതാണ് അവിടുത്തെ നില. അത് പലവരും സംരക്ഷണ സമിതി ഉണ്ട്. വളരെ സ്ട്രോങ് നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അവരെ. ഒരു കാരണവശാലും മാണിയായിട്ട് യോജിപ്പിന് അവരില്ല. അപ്പൊ ആ നിലയ്ക്ക് മാണിയുടെ ബാർഗനിങ് പൂർണ്ണമായി ഇടുക്കി ജില്ല തകർന്നു പോയി. മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നിൽക്കാൻ പോലും ഇനി ഇടുക്കിയിലെ കഴിയില്ല. കോൺഗ്രസിന് പിന്നെയും പിടിച്ചു നിൽക്കാം. കാരണം കോൺഗ്രസിന്റെ പഴയ പ്രവർത്തകർ ഇപ്പോഴും കോൺഗ്രസ് ആയി നിൽക്കുന്നുണ്ട്. പക്ഷെ IVയും തമ്മിൽ അടിയാണ്. അതുകൊണ്ട് അടിച്ചു പിരിയും. ഇത്തവണ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷം മുന്നിൽ കൊണ്ടുപോകുന്നുള്ളതിൽ ഒരു ആർക്കും വേണ്ട. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യം കേട്ട് സംശയം വേണ്ട. വളരെയധികം നന്ദി ശ്രീ PC ജോർജ്. ശ്രീ ഷഫീർ, KM മാണിയെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബാർഗൈനിങ് കപ്പാസിറ്റി ഇല്ലാതായി എന്ന് ശ്രീ PC ജോർജ് പറയുന്ന ആ നേതാവിനെ പിണക്കിക്കൊണ്ട് ഇടുക്കിയിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? അല്ല, ഇതൊക്കെ PC ജോർജ് പറയുമ്പോൾ PC ജോർജ് ഒരു കാര്യം കൂടി ആലോചിക്കണം. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഉണ്ടാവേണ്ടതായിരുന്നു.
PC ജോർജിൻ്റെ ബാർഗെയിനിങ് കപ്പാസിറ്റി കേരളത്തിൽ നഷ്ടപ്പെട്ടു അരുവിക്കര തെരഞ്ഞെടുപ്പോട് കൂടി. ഇവിടെ എന്തോ 10,000-15,000 വോട്ടൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജാതിമത സംഘടനകളെയൊക്കെ കൊണ്ടുവന്ന് കോൺഗ്രസിനെ ഇടതുപക്ഷത്തേക്ക് വെല്ലുവിളിച്ചാണല്ലോ അവസാനം നോട്ടയേക്കാൾ പുറകെ പോയി നിൽക്കുന്ന PC ജോർജാണ് പറയുന്നത് മാണിയുടെ ബാർഗെയിനിങ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയെന്ന്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയിലെ മൂന്നാമത്തെ പ്രമുഖമായ കക്ഷിയാണ് കേരള കോൺഗ്രസ് മാണി. അവർക്ക് മാന്യമായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളവിടെ പ്രാതിനിധ്യം കൊടുക്കാറുണ്ട്. അവർക്ക് അവരുടെ പ്രാതിനിധ്യത്തിനനുസരിച്ചുള്ള ഒരു സംഖ്യ ഇപ്രാവശ്യവും ഉണ്ടാവും. അവർ ഐക്യജനാധിപത്യ മുന്നണിയിൽ തുടരും. ഇവിടെ ശ്രീ PC ജോർജിനെ പോലുള്ള ആളുകൾ കൊതിക്കറവ് കൊണ്ട് പറയുകയാണ്, ഇടതുപക്ഷത്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു, അങ്ങ് അമ്മ വീട്ടിൽ കയറാനും പറ്റിയില്ല എന്ന് പറയുന്ന പോലെ അവസ്ഥയിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു, കഷ്ടകാലത്തിൽ ഇറങ്ങി പോവുകയും ചെയ്തു, ഇടതുപക്ഷ ജനാധിപത്യം എടുക്കുകയില്ല. ഞാൻ ഒരു കാര്യം തീർത്ത് പറയാം പ്രിയപ്പെട്ട രാജീവേ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന, ഇരിക്കുന്ന ഭൂമി കുഴിക്കുന്ന നേതാവാണ് ശ്രീ PC ജോർജ്. ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഇപ്പോൾ വളരെ സന്തോഷകരമായി പോകുന്നത് ഇയാൾ പുറത്തു പോയതിന് ശേഷമാണ്. നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇദ്ദേഹത്തെ പിന്നെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചാൽ അതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കൂട്ടക്കുഴപ്പങ്ങൾ തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം സഖാവ് പിണറായി വിജയനെക്കുറിച്ചൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങളുടെ ആൽബത്തിൽ കാണുമെന്ന് എടുത്ത് നോക്കണം. ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ കാലാകാലങ്ങളിൽ രാവിലെ പറയുന്ന അഭിപ്രായമല്ല ഉച്ചയ്ക്ക് പറയുന്നത്, ഉച്ചയ്ക്ക് പറയുന്ന അഭിപ്രായമല്ല വൈകുന്നേരം പറയുന്നത്. PC ജോർജ് ഇന്ന് കേരളത്തിലെ ഒരു എടുക്കാച്ചരക്കാണ്, ഓട്ടക്കാലണയാണ്. അദ്ദേഹം പറയുന്നതിനൊന്നും ഒരു വിലയുമില്ല. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഇന്നും മധ്യ തിരുവിതാംകൂറിൽ അല്പ ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് മാണി. PC ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരോടൊപ്പമുണ്ട്. എന്നാൽ അവർ ചോദിക്കുന്നതെല്ലാം ഞങ്ങൾ കൊടുക്കുമെന്നല്ല ഇതിൻ്റെ അർത്ഥം. അവർക്ക് അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള പ്രാതിനിധ്യം അവിടെ ഞങ്ങൾ കൊടുക്കും. അതിൽ അവർ ഐക്യജനാധിപത്യ മുന്നണിയിൽ കരുത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകും. ഇടുക്കിയിലെ നേരത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഞാൻ എഴുതി വെച്ചോ, PC ജോർജ് വേണമെങ്കിൽ എഴുതി വെച്ചോ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചു വരും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ശ്രീ ഷെയ്ഖ് പി ഹാരിസ് ലൈനിലുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഷെയ്ഖ് പി ഹാരിസ് പറഞ്ഞു ഞങ്ങളിവിടെ 4 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ കൂടി ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഷെയ്ഖ് പി ഹാരിസ് ഒരു കാര്യം ആലോചിക്കണം, തിരുവനന്തപുരം ജില്ലയിൽ നിന്നും അത്ര മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നിട്ട് കൂടി ശ്രീ ഗംഗാധരൻ നാടാരെ പോലുള്ള ആളുകൾ അപ്പുറത്ത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ പോലും അവർക്ക് 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ വിട്ടുകൊടുത്തു. മാത്രമല്ല 5 കൊല്ലക്കാലവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഞങ്ങൾ അനുവദിക്കുകയും അതവർ സ്വീകരിക്കുകയും ചെയ്തവരാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങൾ കൊടുക്കേണ്ട എല്ലാ മര്യാദയും ജനതാദളിന് തിരുവനന്തപുരത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. നമുക്ക് മലപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. ലീഗ് നേതാവ് അവിടെയുണ്ട്. അതിനു മുമ്പ് ശ്രീ P രാജൻ, താങ്കൾ എങ്ങനെയാണ് ഇടുക്കിയിലെ കാലാവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥയെ കാണുന്നത്? പ്രത്യേകിച്ചും ബാർക്കോഴ അടക്കമുള്ള വിഷയങ്ങളും കസ്തൂരിരംഗം അടക്കമുള്ള വിഷയവുമൊക്കെ ഇടുക്കിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. ഇത് എങ്ങനെയായിരിക്കും UDF-ന് കേരള കോൺഗ്രസ് ബാർഗെയിനിങ്ങിൽ ഉണ്ടാക്കുന്ന വ്യത്യാസവും ഒപ്പം തന്നെ പൊതുവെ തെരഞ്ഞെടുപ്പിൽ UDF-നെ എങ്ങനെ ബാധിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? ഇടുക്കി ജില്ല ഇടതുപക്ഷം നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ജില്ലയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്ന് കേരള കോൺഗ്രസിൻ്റെ നാശം, അതിനു പുറമെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ ഫലം, അതിൽ എന്തോ കാരണം കസ്തൂരിരംഗൻ റിപ്പോർട്ടോ എന്തോ ആകട്ടെ, അവിടെയുള്ള നല്ലൊരു ശതമാനത്തെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിർത്താൻ ഞാൻ അതിനോട് യോജിക്കുന്ന ആളല്ല. PT തോമസിനെ സ്ഥാനത്ത് നിന്നും മാറ്റിയതിനോട് ഒരു രാഷ്ട്രീയ നിരീക്ഷണം നൽകി ശരിയായ നടപടിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്നിരുന്നാൽ പോലും ഇടതുപക്ഷം ആ തന്ത്രം കൊണ്ട് കുറച്ച് നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ജില്ലയായിട്ടാണ് ഇടുക്കി ജില്ല എനിക്ക് തോന്നുന്നത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, താങ്കളുടെ വിശകലനം? അതിനകത്ത് പറയുന്നത് പൊതുവിൽ ശരിയായൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ട് തന്നെയാണ്. രാജനെ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും, P രാജനെ സമ്മതിക്കുന്നില്ലെങ്കിലും കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധിപ്പിച്ചു വന്നിരിക്കുന്ന വലിയ ആശയക്കുഴപ്പമാണ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ അവിടെ നടന്നത്. ആ ആശയക്കുഴപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് അവിടെ പിന്നണിയിലേക്ക് തള്ളി നീക്കപ്പെടേണ്ടി വന്നു. കേരള കോൺഗ്രസും ആ സെറ്റ് ബാക്ക് അനുഭവിക്കുകയും ചെയ്തതാണ്. തുടർന്ന് വന്ന ബാർക്കോഴ, നേരത്തെ PC ജോർജ് പറഞ്ഞത് ശരിയാണ്. ബാർക്കോഴ കേസുമായി ബന്ധിപ്പിച്ച് മാണിയെ സംരക്ഷിക്കുന്ന തിരക്കിൽ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം തകർന്നുപോയ കാര്യം ഒരുപക്ഷെ ആ വാശിക്കിടയിൽ മാണിക്ക് തന്നെ കാണാൻ കഴിയാതെ പോയിരിക്കുന്നു. ഏതാനും നേതാക്കൾ കഴിഞ്ഞാൽ 100 പേരുടെ പ്രകടനം നടത്താൻ കഴിയാത്ത വണ്ണം ശുഷ്കമായിരിക്കുന്നു പാർട്ടി പ്രവർത്തനം. അത് ശരിയുമാണ് ആ അവസ്ഥയിൽ. അങ്ങനെ വരുമ്പോൾ PJ ജോസഫിൻ്റെ വൈയക്തികമായ കരിസ്മയൊഴിച്ചാൽ ബാക്കി ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല കേരള കോൺഗ്രസിനെന്ന് PC ജോർജ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മോഹഭംഗത്തിൻ്റെ ശബ്ദമല്ല റഫീറെ, മറിച്ച് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃത്യമായ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അതിനിടെ നടന്നിട്ടുണ്ട്, രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, അത്തരം ഇറോഷന്. അതുകൊണ്ട് ഇടുക്കി ജില്ലയിൽ ആ നിലയ്ക്ക് ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്.
അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധതയുടെയും കേരള കോൺഗ്രസ് വിരുദ്ധതയുടെയും ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ തുടരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് രാജീവൻ ഞാൻ കരുതുന്നത്. UDF സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ന്യൂസ് ആൻഡ് വിസ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മലബാറിൽ ഒരുപക്ഷെ JDU ഉയർത്തിയ കാര്യങ്ങളെക്കാൾ കൂടുതൽ ലീഗും കോൺഗ്രസുമായുള്ളൊരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി വരികയാണ്. എന്തൊക്കെയാണ് മലബാറിലെ ലീഗിൻ്റെ ആവശ്യങ്ങൾ, ഏതൊക്കെ തരത്തിലാണ് ലീഗ് എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യത്തിലാണ് ഇനിയിപ്പോൾ ചർച്ച ചെയ്യുന്നത്. യൂത്ത് ലീഗ് നേതാവായ നജീബ് കാന്തപുരമാണ് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ നജീബ് കാന്തപുരം, കോൺഗ്രസുമായി ചേർന്ന് പോകാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജില്ലാ കൺവെൻഷനുകളുമായി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് ലീഗിൽ നിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ ലീഗും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്ന ഇടങ്ങൾ കൂടി ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം മലബാറിൽ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ആ ഒരു പ്രശ്നത്തെ UDFൽ നിങ്ങൾ പരിഹരിക്കാൻ പോകുന്നത്? രാജീവ്, നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന പോലെ കേരളത്തിൽ തന്നെ ഏറ്റവും ആത്മവിശ്വാസത്തോടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഏത് സമയത്തും സദാ ജനങ്ങൾക്കിടയിൽ തന്നെ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തന രീതി പൊളിറ്റിക്സിനെ തന്നെ റീഡിഫൈൻ ചെയ്തുകൊണ്ടാണ്. പുതിയൊരു രാഷ്ട്രീയം പുതിയ കാലത്തിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടിയും ജനങ്ങളുമായി എത്ര അടുത്തു നിൽക്കുന്നു എന്ന് കൃത്യമായി നമുക്ക് വിവേചിച്ചറിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാവട്ടെ, അവരുടെ വ്യക്തിഗതമായ പ്രശ്നങ്ങളാകട്ടെ, ആശ്വാസ പ്രവർത്തനങ്ങളാകട്ടെ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ 100% പ്രവർത്തകർ ജനങ്ങൾക്കിടയിലാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് മുസ്ലിം ലീഗ് നേരിടാൻ പോകുന്നത്. പിന്നെ രാജീവ് പറഞ്ഞ കാര്യം, സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കൺവെൻഷനുകൾ നടക്കുന്നത് UDFന് വിരുദ്ധമായ ഒരു നീക്കമല്ല. മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അതിശയിപ്പിച്ചുകൊണ്ടുണ്ടായ വളരെ പെട്ടെന്നുണ്ടായ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ തീരുമാനിച്ച ജില്ലാ കൺവെൻഷനുകളാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ നടത്തി വരുന്നത്. ഇനിയും ഈ മുന്നണി വളരെ ശക്തമായി മുന്നോട്ട് പോകാവുന്ന ജനകീയമായ അടിത്തറയുള്ള ഒരു മുന്നണി എന്ന നിലയിൽ വളരെ നന്നായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസം മുസ്ലിം ലീഗിന് തീർത്തുമുണ്ട്. ശ്രീ നജീബ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കോൺഗ്രസുമായി മത്സരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി അവിടെ ഉണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് അറിയാം. ഒപ്പം തന്നെ വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് കൂടി ലീഗ് കഴിഞ്ഞ ദിവസങ്ങൾ കൈക്കൊണ്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഷഫീർ നമ്മോടൊപ്പം ഇവിടെയുണ്ട്. മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ ലീഗ് ഒറ്റയ്ക്ക് പോയാലും പ്രശ്നമില്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നൊരു നിലപാടിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം കേരളം കാണുന്നുണ്ട്. ഒരിക്കലുമില്ല. ലീഗ് അങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ട പാർട്ടി അല്ലല്ലോ. ലീഗ് UDFൻ്റെ നട്ടല്ലായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ ഒറ്റക്കെട്ടായി നിർത്തുക എന്നതാണ് ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ഞങ്ങളുടെ വ്യക്തിഗതമായ താല്പര്യമോ വ്യക്തിഗതമായ വിജയമോ മാത്രമല്ല, ഒരു മുന്നണിക്കും ഒരു രാഷ്ട്രീയ ആശയത്തിനും പുതിയ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗ് വ്യക്തിഗതമായി ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വിജയത്തേക്കാൾ പ്രധാനമായി കാണുന്നത് ഈ മുന്നണിക്ക് നേട്ടമുണ്ടാക്കുക, ഈ മുന്നണിയെ നിലനിർത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ട ഒരു സാഹചര്യവും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ശ്രീ പി രാജൻ, ശ്രീ നജീബ് ഒരുപക്ഷെ കുറെ കൂടി സൗമ്യമായി സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. മലപ്പുറത്തെ അവസ്ഥ അല്ലെങ്കിൽ കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഫ്രിക്ഷൻ എല്ലാ കാലത്തും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ധാരാളം വിമതരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മത്സരവും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇത് എത്രത്തോളമാണ് UDFനെ മലബാറിൽ ബാധിക്കാൻ പോകുന്നത്? ശ്രീ നജീബ് പറഞ്ഞ് ഞാൻ കേട്ടില്ല, എൻ്റെ ഇവിടെ ഓഡിയോന് എന്തോ തകരാറുണ്ടായിരുന്നു. പക്ഷേ ഇതും അവസാനം സെറ്റിൽ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിധത്തിൽ സീറ്റ് തർക്കം കൊണ്ടെത്തിക്കാനായിട്ട് ഇരു കൂട്ടരും തയ്യാറാകില്ല. കാരണം ലീഗ് UDFൻ്റെ ഒരു പ്രധാന കക്ഷിയാണ്. അതേസമയം കോൺഗ്രസിനെ വിട്ട് ഒറ്റപ്പെടാവുന്ന ഒരവസ്ഥ ഇടതുപക്ഷം സഹായിച്ചില്ലെങ്കിൽ ഇപ്പോൾ ലീഗിനില്ല. അഖിലേന്ത്യാ പശ്ചാത്തലമൊക്കെ അതിനൊരു കാരണം തന്നെയാണ്. ഇടതുപക്ഷത്തിൻ്റെ ബാർഗൈനിങ് കപ്പാസിറ്റി ഇടതുപക്ഷത്തേക്ക് ഞങ്ങൾ പോകുമെന്ന് അന്ത്യഘട്ടത്തിൽ പറഞ്ഞാൽ ലീഗിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടാനേ സാധ്യതയുള്ളൂ. അത് ലീഗ് ഇത്രയും കാലം അങ്ങനെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുത്ത ഒരു കക്ഷിയല്ല. ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് അത് വർഗീയ കക്ഷിയായിട്ട് തന്നെ കണക്കാക്കുന്ന ആളാണ് ഞാൻ, അത് വേറെ കാര്യം.
പക്ഷേ നമ്മുടെ യാഥാർത്ഥ്യം അതനുസരിച്ച് ലീഗിന് രാഷ്ട്രീയത്തിൽ വിശ്വാസ്യതയുള്ള ഒരു കക്ഷിയാണ്. ആ കക്ഷി അങ്ങനെ വിട്ടുപോകില്ല. ഏതാനും സീറ്റിൻ്റെ പേരിൽ കലഹമുണ്ടാകുക എന്നുള്ളത് എല്ലാ തവണയും ഉണ്ടാകുന്ന പോലെ സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാകും എന്നല്ലാതെ അതൊരു വലിയ പൊട്ടിത്തെറിയുടെ വക്കത്തെത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാദേശിക അടിസ്ഥാനത്തിൽ റബലുകൾ ഉണ്ടായാൽ തന്നെ ആ റബലുകൾ അസാധുവായിട്ടുള്ള മത്സരിക്കുന്ന ഒരു രംഗത്തിലപ്പുറം ലീഗിന് അസാധുവായാൽ ലീഗിൻ്റെ പേരിൽ റബൽ മത്സരിച്ചാൽ അതിൽ കഴിഞ്ഞൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല.